ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ഇന്ന് മാർച്ച് 6, കുറൂരമ്മ ദിനാണ് അല്ലേ? കുറൂരമ്മയെ പറ്റി ഒരുപാട് കഥകൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഞാനിന്ന് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഭക്തരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറൂരമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയൊരു പാഠപുസ്തകമാണ് കുറൂരമ്മ എന്ന് പറയുന്നത്. ആത്മീയതയിൽ പുരുഷന്മാർ, അതായത് ആണുങ്ങളെക്കാളും പ്രാധാന്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചുകൊണ്ട് ആത്മീയത, അല്ലെങ്കിൽ ഒരു നോയമ്പ് എടുക്കുകയാണെങ്കിലും മറ്റ് പല കാര്യങ്ങളിലേക്കും, ഇത്തരം ആത്മീയ കാര്യങ്ങളിലേക്ക് ബുദ്ധിമുട്ടി കുറച്ചുകൂടെ റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണ്. അതാണ് പറയുന്നത്, മഹാത്മാക്കളൊക്കെ പറയുന്നത്, ഗുരുവായിട്ട് ഒരു സ്ത്രീയെ കിട്ടുകയാണെങ്കിൽ അത് മഹാഭാഗ്യമാണെന്നാണ് പറയുക. അപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുരുഷന്മാരെക്കാളും ഒരുപാട് പരിമിതികളുണ്ട്. ദിവസം പ്രാർത്ഥിക്കാനും വിളക്ക് വെക്കാനും ക്ഷേത്രത്തിൽ പോകാനൊക്കെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതലാണ്. കാരണം പല കാര്യങ്ങൾ, അത് എന്താ പറയുക, ജൈവികമായിട്ടുള്ളതായാലും മറ്റ് പല കാര്യങ്ങളും പുരുഷന്മാർക്ക് ഇപ്പോൾ പെട്ടെന്നൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോകാൻ കഴിയും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഗൃഹസ്ഥരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിമിതികളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത്തരം സ്ത്രീകളുടെ ഭക്തിക്ക് പുരുഷന്മാരെക്കാളും 10 മടങ്ങ് ശക്തി ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നുകൊണ്ട് പോലും, ഗൃഹസ്ഥരായിരിക്കുമ്പോൾ പോലും അവർ ഭഗവാനെ മുറുകെ പിടിക്കുന്നുണ്ടല്ലോ. കുറൂരമ്മയുടെ അവസ്ഥ എന്തായിരുന്നു? കുറൂരമ്മയെ എന്തൊക്കെ പറഞ്ഞു അല്ലേ, ആളുകൾ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കി, പുച്ഛിച്ചു. ചിത്തഭ്രമം, അതായത് ഭ്രാന്താണ് ഈ സ്ത്രീക്ക് എന്ന് വരെ പറഞ്ഞ് ആളുകൾ പുച്ഛിച്ചു, കളിയാക്കി, കുറ്റപ്പെടുത്തി. കുറൂരമ്മ പിന്മാറിയോ? ഇല്ല. അവരാ പൊന്നു ഗുരുവായൂരപ്പനെ മുറുകെ പിടിച്ചു. അവരാഗ്രഹം ഭഗവാനെ സാക്ഷാത്കരിക്കുക, ഭഗവാനെ നേരിട്ട് കാണുക. അവരൊന്നും സാധ്യമായില്ലേ ആ അമ്മയ്ക്ക്? ആലോചിച്ച് നോക്കിയേ. അപ്പം ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നോട്ടെ, എന്ത് പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ ആ തൃപ്പാദങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഭഗവാൻ നിങ്ങളെ കൈവിടില്ല. നിങ്ങളെ ഈ ലോകത്താര് തന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, ആര് തന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, ഒറ്റപ്പെടുത്തിക്കോട്ടെ, എന്ത് തന്നെ ചെയ്താലും നിങ്ങൾ ഒറ്റയ്ക്ക് ആവില്ല. ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. നമ്മൾ മനുഷ്യജന്മം എടുത്ത് ഏത് തരത്തിലുള്ള ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നമുക്കുണ്ടാവും. നമ്മുടെ പൂർവ്വകർമ്മമാണ്. ആ കർമ്മത്തിനെ നമുക്ക് കത്തിച്ച് കളയാൻ പറ്റില്ലേ? ആത്മീയത, നാമജപം കൊണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞാനിത് പറയാൻ കാരണം, ഇത്രയും പരിമിതികളിൽ നിന്നുകൊണ്ട് കുറൂരമ്മയ്ക്ക് ഇത് സാധ്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ അമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, സ്ത്രീകൾക്ക് എന്തുകൊണ്ട് സാധ്യമാവുന്നില്ല? ഒരു 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾ ഭഗവാനെ നാമം ജപിക്കൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും, പരിമിതികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ ഉണ്ടാവുമ്പോഴും, ഇതൊക്കെ സത്യമാണ്, നിഷേധിക്കാൻ പറ്റാത്ത സത്യമാണ്. ലൗകിക ജീവിതം നയിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ അതിൽ നിന്നുകൊണ്ടൊക്കെ നിങ്ങൾ ഭഗവാനെ ഒരു 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾക്ക് നാമം ജപിക്കാൻ കഴിയുക, ഗുരുവായൂരപ്പനെ മുറുകെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരു സംശയവും വിചാരിക്കേണ്ട. കുറൂരമ്മയ്ക്ക് ഏത് വിധത്തിൽ ഭഗവാനെ കിട്ടിയോ, കുറൂരമ്മയ്ക്ക് ഒരു ഉണ്ണിയായി, മകനായി, കുഞ്ഞായി എങ്ങനെ പൊന്നു ഗുരുവായൂരപ്പനെ കിട്ടിയോ, അതേപോലെ നിങ്ങളെ കൂടെ ഭഗവാൻ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. ഹൃദയം കൊണ്ട് ഭഗവാനായിട്ട് അടുക്കാൻ ശ്രമിക്കുക. അത് ഫാൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ആയിട്ടല്ലാതെ ഭക്തിപൂർവ്വം ഭഗവാനെ സമീപിച്ച് നോക്കൂ, നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ദിനം നമുക്കിതിന് വേണ്ടിയിട്ടാവട്ടെ. എൻ്റെ നാവിലൂടെ പൊന്നു ഗുരുവായൂരപ്പനായിരിക്കാം ഇത്തരം കാര്യങ്ങൾ പറയിപ്പിച്ചത്. ഇത് കേൾക്കുന്നത് മൂലം ഒരാൾക്കെങ്കിലും നാളെ മുതലെങ്കിലും നിങ്ങൾ നാമം ജപിക്കാൻ ശീലിക്കുകയാണെങ്കിൽ അതിനുള്ള മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണും. ഒരു സംശയവും വിചാരിക്കേണ്ട. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോഴും അതൊരു മാജിക് പോലെ ഒരാൾ തട്ടിമാറ്റുന്നത് നിങ്ങൾക്ക് കാണാം. ബുദ്ധിമുട്ടുകളില്ലാതിരിക്കില്ല, പ്രതിസന്ധികളില്ലാതിരിക്കുക. ഭഗവാൻ തന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അനുഭവിച്ച ആളാണ് അല്ലേ? പക്ഷേ നിങ്ങളുടെ കണ്ണിൽ കൊള്ളേണ്ടത്
നിങ്ങളെ പുരുകത്തി കൊള്ളിക്കാൻ ഭഗവാന് കഴിയും. നിങ്ങളുടെ കർമ്മദോഷം നിങ്ങൾക്കുണ്ടെങ്കിലും അത് തട്ടി മാറ്റാൻ, അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഗുരുവായൂരപ്പന് കഴിയും എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും നിങ്ങൾ നാമം ജപിക്കാൻ ശീലിക്കുക. ഈ കുറൂരമ്മയുടെ ഈ ഓർമ്മ ദിനത്തിൽ നിങ്ങൾ എടുക്കുന്നൊരു പ്രതിജ്ഞ ഇതാവട്ടെ. അടുത്ത ഒരു വർഷം, അടുത്ത മാർച്ച് 6-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങൾക്കൊരു വർഷം നാമം ജപിച്ചു എന്ന് സന്തോഷത്തോടു കൂടി പറയാനുള്ളൊരു അവസരം ഗുരുവായൂരപ്പൻ ഒരുക്കി തരട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം. ഞാൻ ഈ പറയുന്ന കാര്യം അച്ചട്ടായിരിക്കും, നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇതിനുള്ള മാറ്റം നിങ്ങളെ ലൈഫിൽ പ്രത്യക്ഷമായി തന്നെ കാണാൻ കഴിയും. ഹരേ കൃഷ്ണ.